ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടി ഒന്നിച്ച് ചേരാൻ ദൈവം അവസരം തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ രാമവചനം നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി കണ്ടെത്താം. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, അങ്ങ് വചനമാകുന്ന ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അതിലൂടെ നിത്യരക്ഷ കൈവരുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങ് തയ്യാറെടുപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലെയും ഭൗതിക ജീവിതത്തിലെയും എല്ലാ കുറവുകളും പരിഹരിക്കാൻ വചനത്തിനെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ മധ്യസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തെ അറിയാനും വചനത്തെ അറിയാനും നമുക്ക് പറ്റും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനത്തിൻ്റെ അമ്മയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ നമുക്ക് വചനം കണ്ടെത്താം. കണ്ടെത്തിയ വചനം നമ്മൾ ധ്യാനിക്കുന്നു, നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. അതാണ് ഈ വചന ശുശ്രൂഷയുടെ ഏറ്റവും വലിയ വിജയം. ജീവിതത്തിൽ അത് നമ്മൾ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വചനം കണ്ടെത്തുന്നത് ഈ ബൈബിൾ എന്നാണ്. ഇതിൽ പുതിയ നിയമം മുഴുവനുമുണ്ട്, സങ്കീർത്തനങ്ങളുണ്ട്, സുഭാഷിതങ്ങളുണ്ട്. ഇത് ഇംഗ്ലീഷിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു മൊബൈലിൽ POC ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കണ്ടെത്തിയ വചനം നമ്മൾ വായിക്കുന്നത് മലയാളത്തിലാണ്. അതിന് വേണ്ടിയിട്ടാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വചനം കണ്ടെത്താം. കണ്ടെത്തിയ വചനം നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ 23-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. ലൂക്ക എഴുതിയ സുവിശേഷത്തിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവൻ. പിന്നെ അപ്പോൾ യേശു കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന ആ വേളയിൽ കരഞ്ഞ സ്ത്രീകളെ നോക്കിയിട്ട് യേശു പറഞ്ഞ ഒരു കാര്യമാണ്. അതൊരു പ്രവചനമാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവിടെ ആ ജെറുസലേം സ്ഥലത്ത് രാജ്യത്ത് സംഭവിക്കുന്ന ഒരു യുദ്ധം കെടുതിയെ പറ്റിയിട്ട് മുന്നേ കൂട്ടി യേശു പ്രവചിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ നമ്മുടെ ഈസ്റ്ററിൻ്റെ കാലഘട്ടത്തിലും ദുഃഖ വെള്ളിയാഴ്ചയുടെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് വലിയൊരു തിരിച്ചറിവ് ഉണ്ടായതുണ്ട്. നമ്മുടെ പാപം മൂലമാണ് യേശു മരിക്കാൻ ഇടവന്നത്, അല്ലേ? അപ്പോൾ യേശു സഹിച്ച സഹനങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് വലിയ ദുഃഖവും സഹനങ്ങളും ഒക്കെ, നമുക്ക് വലിയ ദുഃഖവും സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ആ സമയത്ത് ദൈവം പറഞ്ഞത്. ഇത് റിയലി സംഭവിച്ച സമയത്ത് അന്ന് യേശുവിനെ നോക്കി കരഞ്ഞവരുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ കൂടി ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കത് ഈ ആധുനിക ലോകത്ത് നമുക്ക് അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ ഉൾക്കൊണ്ട് നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. ആമേൻ.